ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന വിധമാണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ അധികം ബേക്ക് ചെയ്യുന്ന ആളല്ല, ഞാൻ അത്രമാത്രം എക്സ്പെർട്ട് അല്ല. നിങ്ങൾക്കറിയാം, മഫിൻസ് ഒക്കെ ഉണ്ടാക്കി 8 നില പൊട്ടിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കിത് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ നിബു ബ്രദറാണ്. അപ്പൊ നിബു ബ്രദർ അതിന്റെ പ്രോപ്പർ വേയിലൂടെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഈസി ആയിട്ട് തന്നെ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനിത് ഉണ്ടാക്കാൻ നോക്കിയിട്ട് എനിക്ക് അത്ര വന്നു എങ്കിലും അത്ര പെർഫെക്ഷനിൽ എനിക്ക് എത്തിയിട്ടില്ല. അപ്പൊ എനിക്കിത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ യൂട്യൂബിൽ പലരും ചെയ്തത് നോക്കിയിട്ടായിരുന്നു ട്രൈ ചെയ്തിരുന്നത്. പെർഫെക്റ്റ് ആയിട്ട് വരും എന്ന് നല്ല വിശ്വാസമുണ്ട്. കാരണം നമ്മുടെ ഷെഫാണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് നിബു ബ്രദറാണ്. പക്ഷെ എനിക്കെല്ലാം പറഞ്ഞു തരുന്നു, ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്യാൻ പറയുമ്പോൾ പറഞ്ഞു ഇതൊക്കെ കൊച്ചുപിള്ളേർ ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞ് ഞാൻ ഇന്നെല്ലാം പറഞ്ഞു തരാം, അതുപോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റാലോ, അത് എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും, മിക്സിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും അസിസ്റ്റ് ചെയ്തല്ലേ ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഓക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിലേക്ക് കിടക്കാം. നമ്മുടെ കേക്ക് അല്ലെങ്കിൽ നമ്മുടെ കപ്പ് കേക്ക് ഇങ്ങനത്തെ എന്ത് ഐറ്റംസ് ചെയ്യുമ്പോഴേക്കും, എന്ത് ബേക്കിംഗ് ഐറ്റംസ് ചെയ്യുമ്പോഴും മെഷർമെന്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഷെഫിന്റെ സൂപ്പർവിഷനിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആള് പറഞ്ഞു തരുന്ന പോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ മെഷർമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിവിടെ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ ബട്ടർ, 250 ഗ്രാം ബട്ടർ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടർ, സ്യൂട്ടബിൾ ഫോർ ബേക്കിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നല്ലതാണെന്നാണ് പറയുന്നത്. എനിക്കതിനെപ്പറ്റി ഐഡിയ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അൺസാൾട്ടഡ് ബട്ടർ തന്നെ പോയി വാങ്ങിച്ചു. അപ്പൊ നമ്മൾ 250 ഗ്രാം ബട്ടറിന് 250 ഗ്രാം ഷുഗർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സെൽഫ് റൈസിംഗ് ഫ്ലവർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ബേക്കിംഗ് പൗഡറിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെങ്കിൽ നിങ്ങൾ പ്ലെയിൻ ഫ്ലവർ ഉപയോഗിക്കുന്നവർ മസ്റ്റ് ആയിട്ട് ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് ആദ്യം ഒന്ന് എടുക്കാം. ഓക്കെ, ആദ്യമേ സ്ലോ ഫയർ. നമുക്ക് വേണ്ടത് 4 മുട്ട. 4 മുട്ട എന്ന് പറയുമ്പോൾ അതിന്റെ ഷെല്ലും എല്ലാം കളഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അപ്രോക്സിമേറ്റ്ലി ആ 250 ഗ്രാം തന്നെ കിട്ടും. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ എഗ്ഗ് 4 എണ്ണം ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് വെനില എസൻസ് ആണ്. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഈ സമയത്ത് ഇതിന്റെ കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് ഒഴിച്ചാലും മതിയാവും. ഓക്കെ, ഒരു 1/2 ടീസ്പൂൺ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അടിക്കട്ടെ. അപ്പൊ നമ്മള് എഗ്ഗ് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. സെപ്പറേറ്റ് തന്നെ ആ പാത്രത്തിൽ ഇട്ട് തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ബട്ടറും ഷുഗറും കൂടെ നമ്മൾ ഓൾറെഡി ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് കുറച്ച് വീതം മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, കണ്ടോ? ഓക്കെ, നമ്മള് 250 ഗ്രാം ഫ്ലവർ ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. 250 ഗ്രാം സെൽഫ് റൈസിംഗ് ഫ്ലവർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പ്ലെയിൻ ഫ്ലവർ ആണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഏകദേശം 10 ഗ്രാം ബേക്കിംഗ് പൗഡർ ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ കപ്പ് കേക്ക് അല്ല വേണ്ടത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ചോക്ലേറ്റ് കപ്പ് കേക്ക് വേണം എന്നുണ്ടെങ്കിൽ 220 ഗ്രാം സെൽഫ് റൈസിംഗ് ഫ്ലോർ അല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലോർ, അതിന്റെ കൂട്ടത്തിൽ 30 ഗ്രാം കൊക്കോ പൗഡർ നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾ 250 ഗ്രാം തന്നെ പൗഡർ എടുത്തിട്ട് അതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഈ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മിക്സർ വേറൊരു രീതിയിലേക്ക് ആയിപ്പോ നമുക്ക് നന്നായിട്ട് കപ്പ് കേക്ക് വരത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, അതെ, കട്ട് ചെയ്യുക ആൻഡ് ദെൻ ഫോൾഡ് ചെയ്യുക. ആ രീതിയിലാണ് എനിക്ക് പറഞ്ഞു തന്നെ. എന്റെ ചെയ്തൊന്നും ശരിയല്ലായിരിക്കാം, എന്നിരുന്നാലും അങ്ങനെയാണ് ഷെഫ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അല്ല പിന്നെ നമ്മളൊരു മിക്സറിലോട്ട് ഇടേണ്ട കാര്യമില്ല, നമ്മുടെ ഹാൻഡ് മിക്സറോ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കട്ട് ആൻഡ് ഫോൾഡ്. കണ്ടോ. അപ്പൊ നമ്മുടെ കപ്പ് കേക്കിന്റെ ട്രേ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള കേസ് ഓരോന്നിലും ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കുന്നു. നമ്മൾ പല കളറിലും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ് കണ്ടോ, കപ്പ് കേക്കിന്റെ മിക്സ് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിനെ ഫില്ല് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ താഴത്തെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നോക്കിക്കേ, നമ്മുടെ മിക്സ് നമ്മൾ ഈ കപ്പ് കേക്കിന്റെ കേസിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാവേ. കഴിയുമ്പോഴേക്ക് ഇതിനകത്ത് എയർ പോകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഫാൻ ഹീറ്റിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ആണ് വെച്ചു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വിപ്പിംഗ് ക്രീം ഒന്ന് വിസ്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. കണ്ടോ, ഫ്രഷ് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് നിങ്ങൾ എടുക്കുക. നമ്മളിപ്പോൾ ഒരു കുറച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 2 കളർ ഉപയോഗിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഓറഞ്ച് കളർ ചെയ്ത് നോക്കാം, അതിനുശേഷം നമുക്ക് റെഡ് കളറിലും നമുക്ക് ഒന്ന് ചെയ്യാം. സോറി, ഇത് ബ്ലൂ കളിലും ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്കൊരു ശകലം ഓറഞ്ച് കളറിലെ കളർ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. മഴ വരാത്ത രീതിയിൽ നമുക്കിത് കിട്ടും. ഇനി നമുക്കത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കുകളൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. എല്ലാരും നോക്കിക്കേ, സുന്ദരി മണികളായിട്ട് അവരെല്ലാരും തന്നെ ഇരിപ്പുണ്ട്. നോക്കൂ, ചിലതിലൊക്കെ കുറവുണ്ട്, പക്ഷെങ്കിൽ ഇവരെല്ലാരും തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, നോക്കിക്കേ, ഇവരുടെ ഫ്ലഫിനെസ് കണ്ടോ, എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, എല്ലാവരും നല്ല സുന്ദരി മണികളായിട്ട് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ മുകളിൽ പെട്ടെന്ന് നമുക്കൊരു ഐസിങ് ചെയ്ത് നോക്കാം. എന്ത് പറയുന്നു? നോക്കിക്കേ, എന്ത് ഫ്ലഫി ആയിട്ടാണ് നമുക്കിത് കിട്ടേക്കുന്നത്. കണ്ടോ, നിങ്ങള് കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. കണ്ടോ, വാവ്. വേറൊരെണ്ണം വെച്ചിട്ട് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തോ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഐസിങ് പരിപാടിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.